കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. രാമകഥ രാഗലയം തമ്പുരുവിൽ വീട്ടുക നിൻ സുതിലയ സാഗരമേ സുമധുര സാഗരമേ രാജീവൻ പാടുകയാ. മനസ്സിലായില്ല. ഞാൻ എണീക്കണം എന്തിന്? എനിക്ക് നീന്തായി എനിക്കൊന്ന് കിടക്കണം. ചിറ്റപ്പനൊന്ന് എണീക്കാമോ? പറ്റത്തില്ല. എന്നെ എണ്ണിപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ കിടക്കണം. എനിക്കൊന്ന് കാണണമല്ലേ? ഹലോ, ഇത് എന്റെ വീട്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും സാമഗ്രികളും എന്റെ അവകാശം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നീ സാമഗ്രികളും വസ്തുക്കളും പിടിച്ച് റോഡിൽ പോയിരി. എന്റെ പൊന്നു ശംഭു, നിന്നെക്കാളും 10-20 ഓണം കൂടുതലുണ്ടവനാണ് ഈ സുമേഷ്. ഇത്ര കൊണ്ടിട്ട് എന്തിനാ റേഷൻ കാർഡിൽ പേരില്ലല്ലോ. റേഷൻ കാർഡില് പേരില്ല. നീ റേഷൻ കാർഡിന്റെ വാലും പിടിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരു കാര്യം പറയാട്ടോ, ഇവിടെയുള്ള മെജോറിറ്റി സാധനങ്ങളെ എനിക്കാണ് വാല്യൂ ഉള്ളത്. കാരണം എന്റെ പേര് റേഷൻ കാർഡിലുണ്ട്. നിന്റെ പേര് റേഷൻ കാർഡിലുണ്ടെങ്കിൽ നീ കൊണ്ട് പൊരിച്ചു നിന്ന്, അല്ലെങ്കിൽ അവയിലുണ്ട് കുട്ടി ഇളക്ക്, അല്ലെങ്കിൽ കൊണ്ടു. ഞാൻ പോയി കറി വെക്കും. ആവശ്യം അതെന്റെ ഇഷ്ടം. ചിറ്റപ്പ ഇപ്പൊ ഇവിടെ എണീച്ചാണ്. എണീക്കാൻ പറ്റത്തില്ല. ചിറ്റപ്പ എണീച്ചില്ല. എനിക്ക് ദേഷ്യം വരും. ഞാൻ ചവിട്ടി കയറ്റി കളയാം. ഞാൻ ചവിട്ടും. ഞാൻ ചവിട്ടി കയറ്റി കളയാം. ഇല്ല പറ്റില്ല. സോറി. തമാശ ഒരു കാര്യം ചെയ്യും. എന്തായാലും റേഷൻ കാർഡിൽ പേരിലല്ലേ. റേഷൻ കാർഡിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കാറിയാം. നടക്കത്തില്ല ശംഭു. നടപടിയാന്ന് കേസല്ല. ഞാൻ എണീച്ച് പോകത്തില്ല. അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രൊഡ്യൂസർ സംസാരിക്കണം. പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ടീമിനെ കൂടെ പറയാൻ എനിക്ക് വിശക്കുന്നു. അച്ഛാ, ഞാൻ ഈ വീട്ടിലാരാ? നീ വീട്ടിലാരാ? കളിക്കുന്ന കാര്യം പറ. ഞാൻ ഈ വീട്ടിലാരാ? ഈ വീട്ടിലെ ഇളയ സന്താനം സുമേഷ് കുഞ്ഞുണ്ണി. ഇളയ സന്താനമാണല്ലോ, സുമേഷ് കുഞ്ഞുണ്ണിയാണല്ലോ. എന്നിട്ടാണോ റേഷൻ കാർഡിൽ നിന്റെ പേര് വിട്ട് കളഞ്ഞത്? റേഷൻ കടയില് അല്ല, റേഷൻ കാർഡിൽ നിന്റെ പേരിലാന്ന് നീ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നല്ല, എന്തുകൊണ്ട് റേഷൻ കാർഡ് എന്റെ പേരിൽ? അതാണ് എന്റെ ചോദ്യം. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എടേ, അത് നമ്മുടെ കുഴപ്പമില്ല, അവരുടെ മിസ്റ്റേക്ക് ആടാ മക്കളെ. അവർക്ക് എന്ത് മിസ്റ്റേക്ക്? ഇത് അച്ഛൻ മനഃപൂർവ്വം പിടിച്ചു കളഞ്ഞ റേഷൻ കാർഡിൽ എന്റെ പേര്. എന്തൊരു വർത്തമാനാടാ ചക്കരെ. എടാ, അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അച്ഛൻ ചെയ്യും. അച്ഛനേ അങ്ങനെ ചെയ്യൂ. അല്ല, ഈ റേഷൻ കാർഡിൽ നിന്റെ പേരിലാന്ന് നീ എങ്ങനെ അറിഞ്ഞു? ലളിത പറഞ്ഞു. ലളിത പറഞ്ഞില്ല, റേഷൻ കാർഡിൽ എന്നെ വിളിച്ചു പറഞ്ഞു. റേഷൻ കാർഡിൽ നിന്നെ വിളിച്ചു പറഞ്ഞു. നീ ആരുടെ? മൈസ്രേട്ടാ? അച്ഛൻ ഞാൻ ഒരു ജോലിക്കും കൂലിക്കും പാകത്തോണ്ടല്ലേ അച്ഛൻ റേഷൻ കാർഡിൽ എന്റെ പേര് പിടിച്ചു കളഞ്ഞത്. എടേ മക്കളെ, അച്ഛൻ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, ഉടനെ ശരിയാകും. സംസാരിക്കുന്നുണ്ട്. അച്ഛനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി തന്നെ റേഷൻ കാർഡിൽ എനിക്ക് അച്ഛൻ സംസാരിക്കാൻ താല്പര്യം. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഇതെങ്ങനെ അറിഞ്ഞു? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ താങ്കളുടെ പേര്? പൈങ്കിളി ശിവൻ. പൂർണ്ണമായിട്ട് പറയും. പൈങ്കിളി ശിവൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, നാത്തൂൻ, ശംഭു, ആമി, പല്ലി, സുമേഷ്, രതീഷ്, അനീഷ്, സുമേഷ്, ശശി. അങ്ങനെ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, എവിടെ വീട്? മേഡത്തിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പ്ലാവിലെ വീട്. യുവർ ഓണർ, ഇവിടെ വന്നിരിക്കുന്ന പരാതി എന്ന് വെച്ചാല് ഈ നിൽക്കുന്ന പിഞ്ച് പൈതലിനെ ഈ നിൽക്കുന്ന മാതാവായ പൈങ്കിളി മാനസികമായി പീഡിപ്പിക്കുന്നതാണ് ഈ പയ്യൻ എനിക്ക് തന്ന എന്റെ കക്ഷിയായ ഈ പയ്യൻ തന്നിരിക്കുന്ന പരാതി. അയ്യോ, ഞാൻ ആരെ മാനസികമായിട്ടൊന്നും പീഡിപ്പിച്ചൊന്നുമില്ല. ഞാൻ എപ്പോഴാണ് നിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചത്? കോടതിയാണ്. അതാണ്ടാ ചേച്ചി. മേഡം ഇവിടെ നിന്ന് അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ കോടതി ശിക്ഷ വിധിക്കും. സോറി യുവർ ഓണർ, ഞാൻ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല. യുവർ ഓണർ, ഈ മേഡം പറയുന്ന കേട്ടില്ലേ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ലെന്ന്. യുവർ ഓണർ, മേപ്പടിയാൻ ഈ നിൽക്കുന്ന കക്ഷി സ്വന്തം പിതാവിനെ കണ്ടിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം പിതാവിനെ കാണാൻ മുട്ടാത്ത വാതിലുകളില്ല, പറയാത്ത ആൾക്കാരില്ല. എന്നിട്ടും ഈ നിൽക്കുന്ന മാതാവ് എന്ന് പറഞ്ഞ ഈ പേരെന്താണ്? പൈങ്കിളീശൻ. ഒറ്റ പേര് പറ. പൈങ്കിളി. വെറുംപളി അല്ല, വെറും കിളിയാണോ പൈങ്കിളിയാണോ? പൈങ്കിളി ഈ നിൽക്കുന്ന കണ്ണനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു. യുവർ ഓണർ, ഇല്ല എന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? പറയാൻ പറ്റും യുവർ ഓണർ. ഈ കോടതിയെ വെച്ചിട്ട് ഇങ്ങനെ സോറി പൈങ്കിളി, ഒരു പിതാവ്, മിസ്സസ് പൈങ്കിളി, ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ പറ്റുമോ? മഹത്തായ പിതാ പുത്രബന്ധം. അത് പുണ്യമാണ് യുവർ ഓണർ, പരിപാവനമാണ്, പരിശുദ്ധമാണ്, അങ്ങേയറ്റം അത്ഭുതമാണ് ആ ബന്ധം. കണ്ടോ യുവർ ഓണർ, ഈ നിൽക്കുന്ന മാതാവ് ഈ നിൽക്കുന്ന കുട്ടിക്ക് നിശ്ചയിച്ചത് മഹത്തായ പിതാ പുത്രബന്ധമാണ്. ആയതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 21 പ്രകാരം 6 മാസം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ്. അയ്യോ, എന്തോന്ന് കയ്യോ? അത് മാത്രമല്ല യുവർ ഓണർ, ഇന്ത്യൻ ശിക്ഷാ നിയമം
സെക്ഷൻ 327 പ്രകാരം 7 വർഷം തടവും 6 മാസം പിഴയും ലഭിക്കാവുന്ന കുറ്റം കൂടാണ് ഈ നിൽക്കുന്ന പ്രതി ഈ നിൽക്കുന്ന ബാലനോട് ചെയ്തിരിക്കുന്നത്. അയ്യോ യുവർ ഓണർ, ഒരു അയ്യോ ഇട്ടിട്ടും കാര്യമില്ല. ഈ നിൽക്കുന്ന മാതാവ് ഈ നിൽക്കുന്ന പിഞ്ചു പൈതനോട് കാണിച്ച് മഹത്തായ ക്രൂരതയാണ്. അതിന് മാക്സിമം ശിക്ഷ ഇന്ത്യ നിയമം അനുസരിച്ചോ കേരള നിയമം അനുസരിച്ചോ ഓൾ ഇന്ത്യ നിയമം അനുസരിച്ച് മാക്സിമം ശിക്ഷ ഈ നിൽക്കുന്ന മാതാവിനും ഈ നിൽക്കുന്ന കുട്ടിയും കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദിസ് ഇസ് മൈ ഒപ്റ്റിമേഷൻ, ദിസ് ഇസ് മൈ സെൻസിറ്റിവിറ്റി, ദിസ് ഇസ് മൈ ആൾ ഇൻ ഓൾ, മൈ വേർഡ്, മൈ ഒബ്സർവേഷൻ, മൈ ഡെഫിനിറ്റി, യുവർ ഇന്റിമിറ്റി, യുവർ സെൻസിറ്റിവിറ്റി, യുവർ ആക്ടിവിറ്റി, യുവർ ഡെസ്റ്റിനേഷൻ, യുവർ മൈ ലോഡ്, മൈ യോർ ബിസിനസ്, യുവർ ഓണർ. ഈ മാതാവ് ഈ കുട്ടിയോട് കാണിച്ച കുറ്റം മഹത്തായ അതിക്രൂരമാണ്. മാക്സിമം കുറ്റം ഈ മാതാവിനും കൊടുക്കണമെന്ന് ഞാൻ വിനീതം ആവശ്യപ്പെടുന്നു. ആ നിൽക്കുന്ന പിതാവിന് ഒരു പിഞ്ചൊന്നും പൈതന് കാണണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു മാതാവല്ലേ യുവർ ഓണർ കാണിച്ചു കൊടുക്കേണ്ടത്? ദിസ് ഇസ് ദ ഡെഫിനിറ്റി ഓഫ് ദി സൊസൈറ്റി ഓഫ് ദി ഇന്ത്യൻ നേഷൻ ഓഫ് ദി നാഷൻ ഓഫ് ദി ദിസ് ഇസ് ആൾ ഇൻ ഓൾ യുവർ കണ്ണൻ. യു ആർ വിൻ, യു ആർ വിൻ. മൈ ലോഡ്, താങ്ക് യു. വീട്ടിൽ പോയി ക്വസ്റ്റ്യൻ നോക്കുന്നു. മുറി എത്ര വൃത്തിയാക്കിയാ സുമേഷ് എടാ എണീക്ക് ചെറുക്ക. Of the people, by the people, stand people, honor. Correct. ഇത് കോടതിയല്ലേ? ഞാനേ അമ്മ, ഞാൻ ഒരു വക്കീലായിരുന്നു. ഭയങ്കര കേസ് വായിച്ചോണ്ടിരുന്നേ. നീ കേസ് വാദിക്കുക? ആ, എന്തിന്? ഒരു പ്രമാണമായ ഒരു കേസ് വാദത്തിലായിരുന്നു. അമ്മ ചില ബാക്കിയൂടെ കണ്ടിട്ട് ഇത് എന്തൊരു സമാധാനം തരത്തില്ല. റേഷൻ കാർഡിൽ എന്റെ പേരും പെട്ടി സ്വത്തായിട്ട് ഉറങ്ങാനും നമ്മൾക്ക് ഇത് വലിയ കപാട് തന്നെ കേട്ടോ. റേഷൻ കാർഡില്ല നിന്റെ പേരില്ലെന്ന് പറയും. നീ അച്ഛനോട് വഴക്കുണ്ടാക്കിയത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതെങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കുമാ? ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന ചേട്ടത്തിയുടെ മക്കളുടെ പേരെല്ലാം റേഷൻ കാർഡിൽ ഉണ്ട്. എന്റെ പേര് മാത്രം എന്തോ ഇല്ലാത്ത? എടാ അത് ഇൻഫർമേഷൻ എടുത്തവരുടെ മിസ്റ്റേക്ക് ആന്നേ. പിന്നെ 10 പേരിന് പേരുള്ള ഒരു കാർഡിനകത്ത് ഇൻഫർമേഷൻ എടുത്ത ആൾക്ക് എന്റെ പേര് മാത്രം എങ്ങനെ തെറ്റും? ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തു തന്നെ. മനഃപൂർവ്വം ചെയ്തിട്ട് ഒന്നും അല്ല. എടാ രണ്ടാമത് നിന്റെ പേരും കൂടെ ചേർത്ത് പുതിയ റേഷൻ കാർഡിന് അച്ഛൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ. ആപ്ലിക്കേഷൻ കൊടുക്കണം എന്റെ പേര് വെട്ടി കളഞ്ഞിട്ട്? എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഒരു കാര്യം പറയട്ടെ. എന്തുവാടാ? എന്തുവാ? ആ പൈങ്കിലെടുത്ത് പറഞ്ഞിട്ടേ ആ കണ്ണൻ ചെറുക്കനെ എങ്ങനെയും അവന്റെ അച്ഛൻ്റെ കൊണ്ട് കാണിക്കാൻ പറ. അതിന് ശിവന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ അവള് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുങ്ങി തുടങ്ങിയവള് തിരക്കി കേട്ടെന്നല്ല നോക്കണല്ലോ. കണക്ക് ഇപ്രാവശ്യം പോകുന്ന പറയുന്നു.